യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം എല്ലാവർക്കും സന്തോഷത്തോടെ ആശംസിക്കുന്നു. ദൈവപരിപാലനയാൽ ദൈവകരുണയാലും നിങ്ങളുടെ ജീവിതം ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഉന്നത വിജയം ലഭിക്കുമാർ ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം തിരുവചനം. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസളഹൃദയം ഞാൻ കൊടുക്കും. ഈ നോമ്പിൻ്റെ സമയത്ത് പലതും നമ്മൾ ത്യജിച്ചുകൊണ്ട് നോമ്പാചരിക്കുന്ന ഈ നിമിഷം ദൈവം നമ്മൾക്ക് വലിയൊരു വാഗ്ദാനം നൽകുകയാണ്. നിന്റെ പഴയ മനുഷ്യനെ ഞാൻ മാറ്റി പുതിയൊരു മനുഷ്യനാക്കി നിന്നെ ഞാൻ മാറ്റും. നിനക്കൊരു പുതിയ ഹൃദയം തരും. കഠിനമായിരിക്കുന്ന ഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നൽകി, അനുകമ്പയുള്ള ഒരു ഹൃദയം നൽകി ദൈവം നിന്നെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റാൻ പോവുക. നിന്നിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിറച്ചുകൊണ്ട് ചുറ്റുമുള്ളവരിൽ ദൈവത്തെ ദർശിക്കത്തക്കവണ്ണം നിന്നെ പുതിയൊരു മനുഷ്യനാക്കുക. ഇപ്പോൾ നിന്റെ അവസ്ഥ എന്തായിരുന്നാലും അതെല്ലാം എടുത്തു മാറ്റി നിന്റെ ജീവിതം പുതിയൊരു തലത്തിലേക്ക് കർത്താവ് മാറ്റുവാൻ പോവുക. നമ്മളെ എപ്പോഴും സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ അവസ്ഥകളെല്ലാം മാറ്റിക്കൊണ്ട്, നിങ്ങളെ തന്നെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട്, നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയമുള്ള ഒരു മനുഷ്യനാക്കി ഇന്ന് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം സ്വീകരിക്കാം. നമ്മുടെ കഠിനമായ ഹൃദയത്തെ, നമ്മുടെ കഠിനമായ പ്രവൃത്തികളെ, നിഷ്ഠൂരഭാവങ്ങളെ എല്ലാം ഇന്ന് സർവശക്തനായ ദൈവം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നൽകി എളിമയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന, തൻ്റെ ചുറ്റുമുള്ളവരെ സ്നേഹത്തോടെ കാണുന്ന, ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനായി ഇന്ന് നമ്മളെ ദൈവം മാറ്റുമ്പോൾ ആ ദൈവത്തിൻ്റെ മക്കളായി നമുക്കും മാറാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ.
ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദർശനങ്ങളാലും അനുഗ്രഹങ്ങളാലും അടയാളങ്ങളാലും അവർ ദൈവത്തിൻ്റെ മക്കളായി മാറട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോക നേതാക്കൾ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ, യുദ്ധക്കെടിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും സമാശ്വാസം ലഭിക്കത്തക്കവണ്ണം എല്ലാ യുദ്ധഭീതികളും മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സമാധാനപ്രിയനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.